ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനെയും പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ വളരെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിൽ കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴേ എന്താണ്? അതായത് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു രീതിയാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു കൊച്ചിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആ കുട്ടിക്കിപ്പോൾ മനസ്സിലായി എന്നാണെങ്കിൽ ടീച്ചറിനൊരു കോൺഫിഡൻസ് വരും. ആ കുട്ടിക്ക് എന്താണ്, താൻ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്. ഇനി ചില സമയങ്ങളിൽ ടീച്ചർ ചോദിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വായും തുറന്ന് നിൽക്കും, അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ടീച്ചർ പറഞ്ഞു കൊടുത്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അത് ടീച്ചേഴ്സിനായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ രണ്ട് പേർക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് പ്രോസസ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോഴപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉടനെ കൊച്ചുങ്ങളടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുട്ടിക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവാലുവേറ്റിംഗ് ദ സ്റ്റുഡൻസ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സ്, അതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കേട്ടോ. അതായത് ടീച്ചർ പഠിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ അതിലൂടെ കുട്ടികളുമായിട്ടൊരു ഇൻട്രാക്ഷനും കിട്ടും. കുട്ടികൾക്ക് ആ ഒരു മെസ്സേജ്, ആ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതി എത്രത്തോളം മനസ്സിലാവുന്നു എന്നുള്ളത് ടീച്ചറിന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇതിലൂടെ കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാനും പറ്റും. ചിലപ്പോൾ എല്ലാ ടോപ്പിക്കുകളും കുട്ടികൾക്ക് മനസ്സിലാവും, ഒരു സർട്ടൈൻ ടോപ്പിക്കുകൾ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ആ ഒരു കുട്ടികളുടെ ടോപ്പിക്ക് ഏതാണോ അത് മനസ്സിലാക്കുകയും ചെയ്യും. മൂവിങ് ടു ദി സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഒരു ടീച്ചർ ഒരു യൂണിറ്റൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ടേം എക്സാം ഒക്കെ നടത്തുന്നില്ലേ, ടേം എക്സാം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലെങ്കിൽ സ്കൂൾ എക്സാംസൊക്കെ നടത്തുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഓണം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ ഒരു ടേം എക്സാം, ഇതൊക്കെ നടത്തുന്ന ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ടോപ്പിക്സ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ആണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു കളക്ഷനാണ്. സം എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് എന്നുള്ളതല്ലേ, ഒരുപാട് ടോപ്പിക്കുകളുടെ ഒരു കളക്ഷന് ശേഷം ടീച്ചർ കുട്ടികളെ വാല്യൂ ചെയ്യുന്നത് ആ ഒരു എക്സാമിലൂടെ ആയിരിക്കാം. ഇത്തരത്തിലുള്ള എക്സാംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവാലുവേഷനെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സമ്മേറ്റീവ് ഇവാലുവേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സമ്മേറ്റീവ് ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടിയുടെ നിലവാരം തിരിച്ചറിയുന്നത്, ഒരു ഗ്രേഡ്, ഒരു റാങ്ക് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷനിലൂടെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് മാർക്കേ കാണുള്ളായിരിക്കും. പക്ഷേ യൂണിറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാകും. അപ്പോൾ ആ കുട്ടികൾ വീട്ടിൽ പോയി കുറച്ചുകൂടി പഠിച്ചു എന്നുള്ളത് ടീച്ചറിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ ആ ഒരു ലെവൽ ഓഫ് അറ്റൈൻമെൻറ്റ് ടീച്ചേഴ്സിന് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഓരോ ഘട്ടമായിട്ട് നടത്തുന്ന എക്സാമാണ് ഈ സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു സ്റ്റേജ് വൈസ് പ്രോസസ്സാണെന്ന് പറയാം സമ്മേറ്റീവ് ഇവാലുവേഷന്. ഒരു കോഴ്സിൻ്റെ എൻഡിലായിട്ടോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളായിട്ട് ടെസ്റ്റ് നടത്തുന്നതോ അല്ലെങ്കിൽ ഓരോ ടേം എക്സാംസ് ആയിട്ട് നടത്തുന്നതോ ഒക്കെയാണ് നമ്മൾ പറയുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ടൈപ്പും, ഫോർമേറ്റീവ് ആയിക്കോട്ടെ സമ്മേറ്റീവ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഇവാലുവേഷൻ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.